63ാമത് കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി ജെ. ചിഞ്ചുറാണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചത്. നാട്ടിലെ ഏറ്റവും വലിയ കലാവേദിയാണ്, കലാ മത്സരങ്ങളാണ് സ്കൂൾ യുവജനോത്സവം വഴി നടക്കുന്നത്. നമ്മുടെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള കലാമത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ കലോത്സവം, മത്സരം എന്നുള്ളതിനേക്കാളും കലോത്സവം എന്ന് പറയുന്നതാണ് ശരി. മത്സരാർത്ഥികൾ വരുമ്പോൾ പങ്കെടുക്കുന്നു, പക്ഷെ എല്ലാവരും ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവരാണ്. ഇവിടെ തന്നെ 14 വേദികളിലായി സജീവമായ ഈ കലാപരിപാടികൾ നടക്കുകയാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ സ്കൂളുകളിലും പങ്കെടുത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കലാ ഉത്സവമാണ് കേരളത്തിലെ സ്കൂൾ യുവജനോത്സവം. ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന കലോത്സവം, നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എന്ന നിലയിൽ ഏറ്റവും വലുത് നമ്മുടെ കേരളത്തിലെ സ്കൂൾ കലോത്സവമാണ്. കാരണം അത്രയും കൃത്യമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ തന്നെ 7000-ഓളം പാർട്ടിസിപ്പൻസ് ആണ് ഈ 4 ദിവസങ്ങളിലായി പങ്കെടുക്കുന്നതെന്നാണ് സംഘാടകർ പറഞ്ഞത്. 7000-ഓളം ആളുകൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മത്സരങ്ങൾ കൃത്യസമയത്ത് നടത്തുക, അതിനകത്ത് പരാതികൾ ഒഴിവാക്കി കാര്യങ്ങൾ നടക്കുക, വേദികൾ കൃത്യമായി അറേഞ്ച് ചെയ്യുക, ഇത്രയും ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പാർട്ടിസിപ്പൻസിന് മുഴുവൻ ഭക്ഷണം കൊടുക്കും. അത് സംസ്ഥാന യുവജനോത്സവം സ്കൂൾ കലോത്സവം നടന്നത് കഴിഞ്ഞ വർഷം കൊല്ലത്താണ്. ഞങ്ങളെല്ലാം അതിൻ്റെ സംഘാടകരായിരുന്നു, ഇവിടുത്തെ പോലെ തന്നെ. അപ്പോൾ ജില്ലയിൽ സംസ്ഥാനത്തു നിന്ന് ആകെ വരുന്ന ആളുകൾ വരുന്ന വലിയ പരിപാടിയിൽ ഇത്രയേറെ ആളുകളെ ഒരുമിച്ച് വന്ന് അവരുടെ രക്ഷകർത്താക്കൾ, കുട്ടികൾ, അധ്യാപകരടക്കം വലിയ ഉത്സവമായി സംഘടിപ്പിക്കുന്നതിന് മുഴുവൻ ആൾക്കും ഭക്ഷണം കൊടുത്ത്, പരാതിയില്ലാതെ താമസിക്കാൻ സൗകര്യം കൊടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഉത്തരവാദിത്വത്തോടു കൂടി വേണ്ടതാണ്. അധ്യാപകരുടെ അധ്യാപകരെല്ലാം ഈ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. മന്ത്രി ജെ. ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ സംസ്ഥാന കലോത്സവം നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ വെച്ച് വളരെ ബൃഹത്തായ നിലയിൽ നല്ല സംഘാടനത്തോടുകൂടി ഒരു വലിയ പരാതിയുമില്ലാതെ നമുക്ക് നടപ്പിലാക്കുവാൻ അല്ലെങ്കിൽ നടത്തിയെടുക്കുവാൻ അവിടുത്തെ സംഘാടക സമിതിക്ക് ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാന പുരസ്സരം നമുക്ക് പറയുവാൻ പറ്റി. അത് മാത്രമല്ല, അതിന് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പങ്കെടുത്ത കുട്ടികൾക്ക് മുഴുവൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വവും നമ്മുടെ കഴിഞ്ഞ സംസ്ഥാന കലോത്സവം ഏറ്റെടുത്തിരുന്നു. നമുക്കറിയാം, രാത്രിയെ പകലാക്കിക്കൊണ്ടുള്ള ഒരു വലിയ കലാമേളയാണ് നമുക്ക് സംഘടിപ്പിക്കുവാൻ കഴിയും. ഇത്തവണത്തെ നമ്മുടെ സ്കൂൾ കലോത്സവം സംസ്ഥാന തലത്തിൽ തിരുവനന്തപുരത്താണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ കായിക മത്സരങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ എറണാകുളത്ത് വെച്ച് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. വളരെ വിപുലമായ നിലയിൽ തന്നെയാണ് അത് സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് എന്ന് നമുക്ക് ഏവർക്കും നല്ലതുപോലെ അറിയാൻ സാധിക്കാവുന്നതാണ്. ഇത്തവണ കായിക മേളയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ലയ്ക്ക് ഒരു പ്രത്യേക അവാർഡ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതും നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ലാൽ കെ.ഐ. സ്വാഗതം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം 30-ന് സമാപിക്കും. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.